KBS ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. നമ്മളുടെ തലച്ചോറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് വല്ലാത്ത കപ്പാസിറ്റിയാണുള്ളത്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് അത്തരം കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പലപ്പോഴും നമ്മുടെ തലച്ചോറിന് സാധിക്കാറില്ല. അതായത് തുടർച്ചയായിട്ട് തലച്ചോറിനെ നമ്മൾ സ്ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നാൽ അതിൻ്റെ പ്രോഡക്റ്റിവിറ്റി കുറയുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ഇമോഷണൽ ബേൺ ഔട്ടുകളെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത്. അതിന് വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു സൊല്യൂഷനാണ് പാമഡോറ മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ്. സത്യത്തിൽ പാമഡോറ മെത്തേഡ് ദീർഘനേരം വർക്ക് ചെയ്യുന്ന ആർക്കും യൂസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് നേരം പഠിക്കുന്ന വ്യക്തികൾ, ഒരുപാട് നേരം പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകൾ, ഒരുപാട് നേരം എഴുതുന്ന ആളുകൾ, ഡ്രൈവിംഗ് ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ മെത്തേഡ് വളരെ എഫക്റ്റീവാണ്. സത്യത്തിൽ 25 മിനിറ്റിൻ്റെ ഇൻ്റർവെൽസ് എടുക്കുക, അത് കഴിഞ്ഞ് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക എന്നാണ് ലളിതമായിട്ട് നമ്മളിതിൽ ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഒരു കുട്ടി തുടർച്ചയായിട്ട് പരീക്ഷയ്ക്ക് പഠിക്കുകയാണെന്ന് വിചാരിക്കും. ഒരു ദിവസം 8 മണിക്കൂർ പഠിക്കാനാണ് കുട്ടി പ്ലാൻ ചെയ്യുന്നത്. തുടർച്ചയായിട്ട് 8 മണിക്കൂർ ഒറ്റയടിക്ക് പഠിക്കുന്നതിന് പകരം 25 മിനിറ്റിൻ്റെ സെറ്റുകളാക്കി മാറ്റുക. 25 മിനിറ്റിൽ ഒരു ചാപ്റ്റർ പഠിക്കുക, എന്നിട്ട് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അത് കഴിഞ്ഞാൽ അടുത്ത 25 മിനിറ്റിൽ അടുത്ത പോർഷൻ പഠിക്കുക, എന്നിട്ട് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഇങ്ങനെ 4 തവണ തുടർച്ചയായിട്ട് ചെയ്ത ശേഷം 15 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? സത്യം പറഞ്ഞാൽ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഒന്നുകിൽ നമുക്ക് സൈലൻ്റ് ആയിട്ട് ഇരിക്കാം, അല്ലാതെ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഒരിക്കലും സ്ക്രീനുകൾ നോക്കാൻ പാടില്ല. ബ്രേക്ക് എടുക്കുന്ന സമയത്ത് പാട്ടുകൾ കേൾക്കാൻ പാടില്ല. ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. കാരണം എൻ്റർടൈൻമെൻ്റ് ആയ കാര്യങ്ങൾക്ക് എപ്പോഴും നമ്മുടെ മനസ്സിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യാനുള്ള പ്രത്യേകത, പ്രത്യേകിച്ച് ഡിജിറ്റൽ മീഡിയയും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്. അതിന് പകരമായിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ടോപ്പിക് എടുത്ത് വായിക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ നമുക്ക് ന്യൂസ് പേപ്പർ വായിക്കുക പോലുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഫിസിക്കലായ ആക്ടിവിറ്റീസ് ചെയ്യാവുന്നതാണ്. ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിന് എപ്പോഴും ഒരേ ഫോക്കസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല എന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ മൾട്ടി ടാസ്കിങ് ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഒന്നിലധികം കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാനുള്ള, അപ്പോൾ ഇതുപോലെ തന്നെ 25 മിനിറ്റിൽ ഒരു കാര്യം ചെയ്യുക, അടുത്ത 25 മിനിറ്റിൽ അടുത്ത കാര്യം ചെയ്യുക എന്ന രീതിയിൽ നമുക്കിത് വർക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ്, വളരെ പ്രൂവൺ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഈ 25 മിനിറ്റ് എന്ന് പറയുന്ന സംഭവം സത്യം പറഞ്ഞാൽ 25 മിനിറ്റ് തന്നെ സെറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന ജോലിയുടെ സ്വഭാവത്തിനനുസരിച്ച് ചിലപ്പോൾ വർദ്ധിപ്പിക്കാവുന്നതാണ്. 40 മിനിറ്റ് വരെ വർദ്ധിപ്പിക്കുന്നതിൽ കുഴപ്പമില്ല എന്നാണ് വിദഗ്ധാഭിപ്രായം. ഡിസ്ട്രാക്ഷൻ നിറഞ്ഞ ഈ ഒരു ലോകത്ത് നമ്മുടെ ഫോക്കസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കിട്ടുന്ന ഏതൊരു ടിപ്പും നമുക്ക് യൂസ്ഫുൾ ആണ്. അതുകൊണ്ടാണ് നമ്മളിതൊരു വീഡിയോ ആയിട്ട് അവതരിപ്പിച്ചത്. പ്രിപ്പയർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.